ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഒരു പെട്ടി കേക്ക് പോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ അമൃതം പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഫ്രൈ ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളത്, ബേക്ക് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടി തന്നെയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന, ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഗ്ലാസ്സിലാണ് അളന്നിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർക്കാം. അതേപോലെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അളന്നിട്ടുള്ള ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സ്പൂണോ വല്ലതും ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട്. മൈദ വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. ഇത് എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ റവയൊക്കെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവൂടെ ഒന്ന് തൂകിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ കൈകൊണ്ടൊന്ന് അയച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിനി പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയുടെ മുകളിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലേക്കൊന്നും പിടിക്കുകയൊന്നുമില്ല, നല്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അതുമല്ല നമുക്ക് കാണാനും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അടുത്ത പകുതി ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാനേ പറ്റുകയുള്ളൂ, അല്ലാതെ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓവൻ ഇല്ലാത്തവർക്ക് ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലിന് പകരം മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ബേക്ക് ചെയ്തെടുത്ത ഉടനെ ഇത് അത്ര നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ചൂട് പൊക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പുറം കിട്ടും. അതുപോലെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്